വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വീണ്ടും അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു വീടുള്ളത് കൊല്ലം ജില്ലയിലെ പേരൂരാണ്. ഇത് അഖിൽ കൃഷ്ണൻ ദേവിപ്രിയ ദമ്പതികളുടെ വീടാണ്. 3500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വാംസി കൺസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ആർട്ടൈസ് ഇൻറ്റീരിയേഴ്സ് ആണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 30 സെന്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ആ ഒരു ഭംഗി ഒട്ടും തന്നെ കുറയ്ക്കാതെ മറ്റൊരു സ്ഥലത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാർ പോർച്ച് ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വാളിലും ഗേറ്റിലും കൊടുത്തിരിക്കുന്നത്. കാർത്തിക എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ വോളിലൊക്കെ തന്നെ ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ടിലായിട്ട് കുറേ പില്ലേഴ്സ് വരുന്നുണ്ട്. ഈ പില്ലേഴ്സിലെല്ലാം തന്നെ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തിരിക്കുന്നു. നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ വോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് 2 സൈഡിൽ നിന്നും സ്റ്റെപ്സ് വരുന്നുണ്ട്, എൻട്രൻസ് വരുന്നുണ്ട്. ഒരു T ഷേപ്പിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നതും ടീക്ക് വുഡിലാണ്, ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഒരു ലിവിങ് ഹാളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല കസ്റ്റം മെയ്ഡായിട്ടുള്ള സോഫ സെറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു 2 സൈഡിലും ഫുൾ വിൻഡോസ് ആണ് വരുന്നത്. നല്ലൊരു ബ്ലൈൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റെയർസ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് സ്റ്റെയർസ് വരുന്നു. സ്റ്റെയർസിൻ്റെ താഴ്ഭാഗം നമ്മളിങ്ങനെ നമുക്ക് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമ്മൾ സാധാ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റെയർസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പോർഷൻ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ബാറ്ററി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റെപ്സിൻ്റെ ഈ ഒരു പോർഷനിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു CNC കട്ടിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിലാണ്. ലിവിങ്ങിന് ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ്സിലാണ്. വുഡിൻ്റെ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നേരെ ഇങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിലോട്ടാണ്. ഇനി ഈ ഒരു പോർഷനിൽ നമ്മൾ പറഞ്ഞു സ്റ്റെപ്സ് ആണ് വരുന്നത്, സ്റ്റെയർസ് ആണ്. സ്റ്റെയർസിൻ്റെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് വുഡും ടഫൻ ഗ്ലാസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതൊരു പ്രെയർ യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വോളാണ് നമ്മൾ കയറി വരുമ്പോൾ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു വോളാണ്. ഈ ഒരു വോളിൽ ഈ ഒരു പിക്ചർ കണ്ടോ, കൃഷ്ണൻ്റെയും രാധയുടെയും പിക്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഏതെങ്കിലും പെയിൻറ്റിങ്സ് ആയിരിക്കും ഒക്കെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ് കേട്ടോ. വാൾപേപ്പർ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ടുണ്ട് ഈ ഒരു വാൾപേപ്പറിൻ്റെ ഈ ഒരു വർക്ക് കാണാനായിട്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു വോളിലും ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ തന്നെയാണ്, ടെക്സ്റ്റേഴ്സ് ഒന്നും അല്ല, വാൾപേപ്പർ തന്നെയാണ്. അപ്പം ഈ ഒരു വാൾപേപ്പറിൻ്റെ വർക്ക്, ഈ ഒരു വാൾപേപ്പറും അതുപോലെ ഇവിടുത്തെ ബ്ലൈൻഡ്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ട്രെൻഡ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് അടിപൊളിയാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഈ ഒരു പോർഷനിൽ നമ്മുടെ പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു പ്രെയർ ഏരിയ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു വോളും അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വർക്കുമാണ്. ഇത് ക്ലാഡിങ് സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ്. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ ഈ ഒരു പ്രെയർ യൂണിറ്റും ഒക്കെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഈ ഒരു ഹോളിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ അട്രാക്ഷൻ ഈ ഒരു പോർഷനാണ്. ഇത്രയും വോളും ഈ ഒരു പ്രെയർ യൂണിറ്റും ഈ ഒരു ഫ്ലോറിങ്ങും ഒക്കെ തന്നെയാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതും ഡബിൾ ഹൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലോട്ടാണ്.
ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ. ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബെഞ്ചാണ് വന്നിരിക്കുന്നത്. മറ്റൊരു സൈഡിൽ 3 ചെയർസും ചെയ്തിരിക്കുന്നു. അവിടെ മുകളിലായിട്ടൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സോഫ കം ലോഞ്ചർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിൻ്റെയും അതുപോലെ ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെയും ഇടയ്ക്കുള്ള പോർഷൻ, അതായത് നമ്മുടെ പ്രെയർ യൂണിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർഷനിൽ നല്ലൊരു കോർട്ട്യാർഡാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ളൊരു കോർട്ട്യാർഡ് പോർഷനാണ്. ഒരു ഡബിൾ ഡോറും സൈഡിൽ 2 വിൻഡോസൊക്കെ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ നേരെ ഈ ഒരു ഭാഗം തുറന്നാൽ നേരെ നമ്മൾ കാണുന്നത് പ്രെയർ യൂണിറ്റിൻ്റെ ആ ഒരു ഏരിയ ആണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നല്ലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 2 സൈഡിലും ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ ഒരു പ്രൈവറ്റ് സിറ്റ് ഔട്ട് ഏരിയ ആയിട്ടും യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. ഇവിടുന്ന് കണ്ടില്ലേ ഇങ്ങനൊരു നടപ്പാതയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ഗേറ്റും കാര്യങ്ങളുണ്ട്. അതുവഴിയും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് വീടിനൊരു വ്യൂ ഉണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് കാണാം. വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പേരൂർ ക്ഷേത്രം വരുന്നത്. അപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ്. ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളവിടെ ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കുന്നു. മുകളിലായിട്ട് സ്ക്വയർ ട്യൂബ്സും ഗ്ലാസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി നമുക്ക് കാണിക്കാം കേട്ടോ. അത് ഞാൻ മുകളിൽ ചെന്നിട്ട് കാണിക്കാം. ഇവിടെ ഈ ഒരു കോർണർ പോർഷനിലായിട്ടും നമ്മുടെ നേരത്തെ കണ്ട പോലെ ക്ലാഡിങ് സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ട് നല്ലൊരു സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫുൾ പർഗോളാസ് കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ട് ഗ്ലാസും കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു പ്ലാന്റ് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഈ ഒരു പോർഷനാണ്. അവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പിയർ ഷേപ്പിലുള്ളൊരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ബാക്കിലായിട്ട് ടെക്സ്ചർ വർക്കും പിന്നെ ഒരു സൈഡിലായിട്ട് ടൈലിൻ്റെ വർക്കുമാണ് വരുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. താഴെയും സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് സ്ലാബാണ്. ഇവിടെയാണ് മോഡുലാർ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ ഒരു പോർഷനിൽ ചെയർസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് മാത്രമേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അവിടെ ഇരിക്കാനായിട്ട്. കാരണം ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ കൗണ്ടർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെയർസ് യൂസ് ചെയ്തിട്ടിരിക്കാം. ഇവിടെ നമുക്ക് കൗണ്ടറാണ് വരുന്നത്. ഇവിടെ ഒരു കബോർഡ്സ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ഫുൾ ഹൈറ്റിലാണ്. 3 റോസ് ആയിട്ടാണ് വരുന്നത്. നല്ല വലുപ്പത്തിൽ വിശാലമായ കബോർഡാണ്. നോക്കിക്കേ, ഇത് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിലാണ്. നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്കിംഗ് കിച്ചണിലോട്ടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കിച്ചൺ 3 കിച്ചണായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇതിനോട് തന്നെ ഇൻബിൽറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഈ ഒരു സിങ്കിന്റെ പ്രത്യേകത ഉണ്ടോ, ഡബിൾ സിങ്ക് ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ പാത്രങ്ങൾ വെക്കാനുള്ളൊരു സ്റ്റാൻഡും കൂടി ചേർന്നിട്ടുള്ളൊരു സിങ്ക് ആണ്. കിച്ചണിലാണ് ലോങ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് ആക്സസറീസോട് കൂടിയ ലോങ് യൂണിറ്റ് ആണ്. ധാരാളം സാധനങ്ങൾ ഈ ഒരു യൂണിറ്റിൽ കൊള്ളും കേട്ടോ, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ മറ്റൊരു കിച്ചൺ കൂടി കാണാം. ഇവിടെയാണ് അടുപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പെരുമാറാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു കിച്ചണാണ്. ഇവിടെ ഇങ്ങനെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ഓപ്പൺ കിച്ചൻ്റെ ഫീൽ കിട്ടുന്ന രീതിയിൽ നല്ലൊരു കാറ്റും വെട്ടവും ഒക്കെ ഉള്ള ഒരു കിച്ചണാണിത്. ഇവിടെ ധാരാളം സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വാഷ് ബേസിൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് അടുപ്പ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് അടുപ്പും ഈ ഒരു ഭാഗത്തായിട്ട് അരകല്ലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. അവിടേക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ഏറ്റവും മുകളിലായിട്ട് സോളാർ പാനൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. ഈ ഒരു ബെഡ്റൂംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഈ ഒരു ബെഡ്റൂമിനെയും സ്പെഷ്യൽ ആക്കുന്നത് വാൾപേപ്പേഴ്സ് തന്നെയാണ്. ഈ ഒരു വോളിൽ നോക്കിക്കേ, നല്ലൊരു എലഗൻറ്റ് ലുക്കിലുള്ളൊരു വാൾപേപ്പറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് വാൾപേപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നല്ലതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് സൂം ചെയ്ത് കാണിക്കുന്നത്. നേരിട്ട് കാണാൻ കുറച്ചും കൂടി കളർഫുള്ളാണ്. ഈ ഒരു വാൾപേപ്പേഴ്സ് ആയാലും അതുപോലെ ബ്ലൈൻഡ്സ് ആയാലും ഒക്കെ ചെയ്തിരിക്കുന്നത് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഫേമാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് വാർഡ്രോബ്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വാർഡ്രോബ്സ് ഒക്കെ തന്നെ മറൈൻ പ്ലൈ വിത്ത് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ എല്ലാം തന്നെ സീലിങ്ങിലൊന്നും പ്രത്യേകിച്ച് ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു വാൾപേപ്പർ കൊടുത്താണ് ഓരോ വോളും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ കാണുന്നതിൽക്കാട്ടി കുറച്ചും കൂടി കളറുണ്ട്, കുറച്ചും കൂടി അതിനകത്ത് ഗോൾഡൻ വർക്കൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ, ഓഫീസ് ടേബിൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് മുകളിലെ പോർഷൻസ് ഒക്കെ കാണാം. ഇവിടെ സ്റ്റെപ്സിലൊക്കെ തന്നെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു കയറുന്ന പോർഷൻ വരുന്നത്. അവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ടെറാക്കോട്ട കൊണ്ടുള്ള ജാളി വർക്കാണ്. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു അപ്പർ ലിവിങ് ഏരിയ ആണിത്. ഇവിടെ നല്ലൊരു കോർണർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും നല്ലൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കോർട്ട്യാർഡ് ഏരിയ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു അപ്പർ പോർഷൻ ആണിത്. ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന ഗ്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ. താഴേന്ന് പറഞ്ഞു സ്ക്വയർ ട്യൂബും ഗ്ലാസ്സും ആണെന്ന്. ഈ ഒരു ഗ്ലാസ്സിലൂടെ നമുക്ക് നടന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ്സിലെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയും താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഊഞ്ഞാലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഊഞ്ഞാലും ചെടികളും ഒക്കെയാണ് കാണുന്നത്. നല്ല രസമായിട്ടുണ്ടത് കാണാൻ. നൈറ്റിലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സ് കൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. മുകളിലും 2 ബെഡ്റൂംസ് ആണുള്ളത്. താഴത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും വിൻഡോസ് ഒക്കെ നല്ല ലെങ്തിലാണ് കൊടുത്തിട്ടുള്ളത്.
4 പാളി വിൻഡോസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വെട്ടം റൂമിൽ കിട്ടും, അതുപോലെ കാറ്റും. ഈ ഒരു വിൻഡോ സൈഡിൽ നോക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള ക്ഷേത്രമൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതാ കാണുന്നതാണ് പേരൂർ ക്ഷേത്രം. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അവിടെയൊക്കെ ഉത്സവത്തിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി പോർഷൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റിൽ വരുന്ന നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ മുകളിലെ പോർഷനാണ് വരുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ സ്ക്വയർ ട്യൂബ്സിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഓപ്പൺ ബാൽക്കണി അല്ല ചെയ്തിരിക്കുന്നത്, ക്ലോസ്ഡ് ആയിട്ട് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ സ്ക്വയർ ട്യൂബ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് മഴയൊക്കെ വീഴാൻ തന്നെ ആ ഒരു മഴയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു പ്ലേസ് ആയിട്ടാണ്. ഇനി ഇവിടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ആ ഒരു പോർഷനിലും ഇവിടെയായിട്ട് ജാളി വർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ടെറാക്കോട്ട കൊണ്ടുള്ള ജാളി വർക്കാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് കേട്ടോ വീടിൻ്റെ സൈഡ് വ്യൂ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോയും വീടും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് വീടുകൾ നമ്മൾ കാണിക്കുന്ന വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? എങ്ങനെയുള്ള വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം? ഈ വീടിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എല്ലാം തന്നെ നിങ്ങൾ കമൻസിലൂടെ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണുള്ളത്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീടിൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണി നടക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.